നമുക്കൊരു മോളുണ്ടായി, ഒരു മോനുണ്ടായി. ഈ മകനെയും മകളെയും നമ്മൾ പഠിപ്പിക്കുക, ഭയങ്കര ആവേശമാണ് നമുക്ക്. എൻ്റെ കുട്ടി വലിയ സ്ഥാനത്തെത്തണം എന്നുള്ള വലിയ ആഗ്രഹമാണ് നമുക്കുള്ളത്. അങ്ങനെ ഈ കുട്ടിനെ പഠിപ്പിച്ച് വളർത്തി നല്ല ഫീസ് കൊടുത്ത് മുന്തിയ സ്ഥലത്ത് തന്നെ പഠിപ്പിച്ച് SSLC കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡിഗ്രിക്ക് നല്ല സ്ഥലത്ത് വീണ്ടും കൊണ്ടുപോയി ചേർത്തി. അങ്ങനെ നല്ല ഉന്നത വിദ്യാഭ്യാസം തന്നെ കുട്ടിക്ക് കൊടുത്ത്. നമ്മളെ പ്രതീക്ഷ എന്താ? അങ്ങനെ ആ കുട്ടിനെ പഠിപ്പിച്ച് വലുതാക്കി നല്ലൊരു സമയം വരുമ്പോൾ നല്ലൊരു പുതിയാപ്പൾക്ക് ഏൽപ്പിച്ച് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് ആ കുട്ടിനെ ആക്കി കൊടുക്കണം. അങ്ങനെ അവർ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നത് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് വാപ്പി ഇമ്മയുള്ളത്. അങ്ങനെ സമയാവാൻ അങ്ങനെ കുട്ടീൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് കോഴ്സൊക്കെ കഴിഞ്ഞ് കല്യാണത്തിൻ്റെ പ്രായം എത്തിയപ്പോൾ വാപ്പിയമ്മ ആവേശത്തിൽ ഇങ്ങനെ നോക്കുകയാണ്, കുടുംബത്തിൽ നിന്നോ നാട്ടിൽ നിന്നോ വേണ്ടപ്പടി ഇവൾക്ക് യോജിച്ചൊരു കാര്യം. അങ്ങനെ നല്ലൊരു കാര്യം കിട്ടിയിട്ട് മോളോട് വന്നിട്ട് പറയും, മോളെ നല്ലൊരു കാര്യമുണ്ട്, നമുക്ക് നോക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ വലിയ വിദ്യാഭ്യാസമുള്ള മോളാണ്. മോള് പറയാണ്, ഡോണ്ട് വറി അബൌട്ട് മൈ മാരേജ്. എൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്താണ്ട വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഐ ഹാവ് ഫൗണ്ട്. ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ആളെ. കണ്ടോ, എ ഗുഡ് മാൻ, നല്ലൊരാളെ ഞാൻ തന്നെ കണ്ടെത്തി. നിങ്ങൾ എന്താണ്ട അതിൻ്റെ പിന്നിൽ ഇടങ്ങാറാവണ്ട. വാപ്പൻ്റെ മുന്നിൽ ഹൃദയം കാളുകയാണ്. പടച്ചോനെ, നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് ഈ കുട്ടിനെ പഠിപ്പിച്ച് ഉഷാറാക്കിയിട്ട് നല്ലൊരു പുതിയാപ്പളിനെ കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ നമ്മളാരും അറിയാതെ ഓലെന്നെ എന്തായിട്ടുണ്ട് കണ്ടുവച്ചിട്ടുണ്ട് ഒരു കാര്യം. അവിടെയാണ് ഈ വാപ്പൻ്റെ ഉമ്മൻ്റെയും കൽബിലൊരു വിഷമം കുടുങ്ങിപ്പോയാൽ ആ വൈവാഹിക ജീവിതത്തിനെ അത് ബാധിക്കുമോ? ഈ കാലഘട്ടത്തിലെ മക്കളത് ചിന്തിക്കേണ്ടതാണ്.